ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. നമുക്ക് പ്രായമാവുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പല്ലുകൾക്കും പ്രായമേറുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏജിനേക്കാളും കൂടുതൽ പ്രായം നിങ്ങളെ തോന്നിക്കാൻ ഇടയാക്കുന്നു. ഇത് തടയാൻ സഹായിക്കുന്നതാണ് ഈ വീഡിയോ. ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലെ ഏതെങ്കിലും പല്ലുകൾക്ക് ചെറിയ കേടുകൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പ്രായം കൂടുതലായി തോന്നിക്കാൻ ഇടയാക്കുന്നതാണ്. ഇതിന് ചിലപ്പോൾ നിങ്ങളുടെ ഭക്ഷണ രീതി ആയിരിക്കാം കാരണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ ഉമിനീര് കുറവോ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നത് കാരണം ഉമിനീര് കുറഞ്ഞ് പല്ലുകൾ കേട് സംഭവിക്കുന്നതോ ആവാം. രണ്ടാമതായി, നീളം കുറവുള്ള പല്ലുകൾ. നിങ്ങൾക്ക് രാത്രി പല്ല് ഞെരക്കുന്ന സ്വഭാവം, അതായത് പല്ല് കടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പല്ലുകളെ തേയ്മാനത്തിന് ഇടയാക്കുന്നതാണ്. അതും അല്ലെങ്കിൽ നിങ്ങളുടെ പല്ലുകൾ നിരതെറ്റിയാണ് ഇരിക്കുന്നത്, കടി കറക്റ്റ് അല്ലെങ്കിൽ അത് കാരണവും തേയ്മാനം ഉണ്ടാവുന്നതാണ്. മൂന്നാമത്തേത് മോണരോഗം. മോണരോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മോണ ഇറങ്ങി പോവാറുണ്ട്, ചിലർക്ക് പല്ലിന് ഇളക്കം വരാറുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പ്രായം കൂടുതലായി തോന്നിപ്പിക്കാം. ഇനി മോണരോഗം കൂടിക്കഴിഞ്ഞ് നിങ്ങളുടെ എല്ലിന്റെ സപ്പോർട്ട് എല്ലാം നഷ്ടമായി കഴിഞ്ഞാൽ പല്ല് ഊരി വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പോയിന്റും അതാണ്, നിങ്ങളുടെ പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രായം കൂടുതലായി തോന്നാം. പല്ലുകൾ നമുക്ക് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, ഭക്ഷണം കഴിക്കാനും വർത്തമാനം പറയാനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പല്ലുകൾ നഷ്ടമായി കഴിഞ്ഞാൽ എല്ല് തേയുകയും ഇതുമൂലം നമുക്ക് മുഖത്തിനൊരു വ്യത്യാസം വരാം. ഇനി ഇത് തടയാൻ വേണ്ടി എന്താ ചെയ്യാമെന്ന് നോക്കാം. പല്ലിന് കേടുള്ള കൂട്ടുകാർ പല്ലിന്റെ കേടെല്ലാം അടച്ച ശേഷം ഫ്ലൂറൈഡ് പല്ലിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന കേടുകൾ തടയാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ മോണപ്രശ്നം തടയാൻ വേണ്ടി 6 മാസത്തിൽ ഒരിക്കലാണ്, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടൊന്ന് ഡോക്ടറിന്റെ അടുത്ത് പോയി പല്ലുകൾ സ്കെയിൽ ചെയ്യുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക. ഇത് മോണരോഗം കൂടാതിരിക്കാൻ സഹായിക്കുന്നതാണ്. ഇനി പല്ല് കടിക്കാൻ ഞെരക്കുന്ന സ്വഭാവമുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള നൈറ്റ് ഗാർഡ്സ് രാത്രി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ 2 നേരം ബ്രഷ് ചെയ്യണം, 1 നേരമെങ്കിലും ഫ്ലോസ് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്തിട്ട് പല്ലുകൾ വൃത്തിയായി സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ എല്ലാം തന്നെ നമുക്ക് തടയാനാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.